എല്ലാവർക്കും വന്ദനം. കർത്താവിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലേ, അതിലൊന്നാണ് സ്തുതി. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്നാണ്. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാൻ കഴിയില്ല. ചില നന്മകൾ കിട്ടുമ്പോഴാണ് സ്തുതിക്കുന്നതെങ്കിൽ വിശ്വാസി സ്തുതിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഒരു വലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒരു ശരിയായ വിശ്വാസി സ്തുതിക്കും. പൗലോസും ശീലാസും ജയിലിൽ കിടക്കുകയാണ്. കയ്യിലും കാലിലും എല്ലാ ചങ്ങലയും ആയിട്ട് ഈ രണ്ടുപേരും ഒരു വലിയ ജയിലിൻ്റെ അകത്ത് ഉൾമുറി കിടക്കുകയാണ്. രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. എന്നാൽ അന്ന് രാത്രി അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങാമായിരുന്നു. എന്നാൽ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. ഇത്രയും അടി കൊണ്ടവർ, ഇത്രയും വേദനിച്ച് ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് എന്തിനാ സ്തുതിക്കാൻ ഇത്രയുള്ളത്? ഒരു പാടി ദൈവത്തെ സ്തുതിച്ചത്, ദൈവമേ നീ നല്ലവനാണ്, ഞങ്ങളിവിടെ കൊണ്ടുവന്നതിൻ്റെ പുറകിൽ എന്തോ ഉദ്ദേശമുണ്ട്, അങ്ങ് ആർക്കും കടക്കാരനല്ല, കടലിൽ വഴി തുറന്നവനെ, യോർദാനെ വറ്റിച്ചവനെ, എരിഹോ കോട്ടയെ ഇടിച്ചവനെ, അങ്ങ് ദൈവമാണ്. യേശുവേ നന്ദി, ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നില്ലേ. ഇതൊക്കെയാണ് സ്തുതിയുടെ അർത്ഥങ്ങൾ. ഇവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മുഴക്കമുണ്ടായി. ആ ജയില് കുലുങ്ങി, വാതിലുകളെല്ലാം തുറന്നുപോയി. എല്ലാ സെല്ലുകളിലും കിടക്കുന്ന കുറ്റവാളികളുടെ ചങ്ങലകൾ അഴിഞ്ഞുപോയി. എന്നിട്ടും ആരും ഓടിപ്പോയില്ല. അതിൻ്റെ കാരണം, ഇത് ദൈവം അഴിച്ചാൽ അവരുടെ ചങ്ങല മാത്രമല്ല അഴിക്കുന്നത്, അവരുടെ പാപ സ്വഭാവത്തെയും അവരുടെ അക്രമവാസനകളെയും അഴിച്ചു കളഞ്ഞു. അവർ മൊത്തം അങ്ങോട്ട് മാറി. അവരുടെ മേലുണ്ടായിരുന്ന മുഴുവൻ ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. കയ്യിൽ കിടക്കുന്ന കാലിൽ കിടക്കുന്ന ചങ്ങല മാത്രമല്ല, അവരുടെ ജീവിതത്തെ ബന്ധിച്ചിരുന്ന, ഇവരെ കുറ്റകൃത്യങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പിശാചിന്റെ നുകമുണ്ടായിരുന്നു. ഇത് അഴിക്കാൻ ആർക്കും കഴിയില്ല. രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്നൊന്ന് സ്തുതിച്ചതാണ്. വീടുകളിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങൾ കൂടി ഒന്ന് സ്തുതിക്കാമോ? ചുറ്റും, വീടിന് ചുറ്റുമുള്ള വീട്ടിലൊക്കെ തടവുകാരാ. അവരുടെ എല്ലാ ചങ്ങല അഴിയും. എവിടെയാണ് സ്തുതിക്കേണ്ടത്? അർദ്ധരാത്രികളിൽ. എപ്പോഴാണ് സ്തുതിക്കേണ്ടത്? എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? ഏതാണ് സന്ദർഭം? എല്ലാ വഴികളും അടഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയാത്തപ്പോൾ ഒരു വിശ്വാസി സ്തുതിക്കുമ്പോൾ അവിടെ ചലനമുണ്ടാകും. ചെങ്കടല് തുറന്നു കഴിഞ്ഞപ്പോൾ മിരിയാം തപ്പെടുത്തു അല്ലേ? എന്നിട്ട് ഭയങ്കര ഡാൻസ്. അതാർക്കും പറ്റും. അതിന് വിശ്വാസത്തിലൊന്നും വരണ്ട. അത് ഒത്തിരി പേര് വന്ന് വേണമെങ്കിൽ സാക്ഷ്യം പറയും. സാക്ഷ്യം എഴുതിയും തരും, വേണമെങ്കിൽ വീഡിയോയും അയച്ചു തരും. എൻ്റെ മുഴ മാറി, ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥിച്ചവർക്ക് നന്ദി. എന്നാൽ ഇതല്ല. എത്ര വഴി അടഞ്ഞാലും എനിക്ക് വേണ്ടിയുള്ളതൊന്നും ദൈവം മാറ്റുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിക്കുന്നവർക്കുള്ള ഒരു സ്തുതിയുണ്ട്. ആ സ്തുതിയിലേക്ക് നമ്മൾ വരണം. കർത്താവ് നമുക്ക് തരട്ടെ. ഈ ഒരാഴ്ച കൊണ്ട് ഒത്തിരി വാതിലുകൾ സ്തുതി കൊണ്ട് തുറക്കാൻ നമുക്ക് കഴിയും. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ചേർന്ന് പാടി സ്തുതിച്ച് നമുക്ക് യേശുവിനെ ആരാധിക്കാം. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ, സകല നാമം പാടുന്നു
യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പാപഭാരം ചുമന്നതാം ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാം ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാം പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏക ദൈവമേ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏക ദൈവമേ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. യേശു പരിശുദ്ധൻ, 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 യേശു പരിശുദ്ധൻ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം. എല്ലാവർക്കും ഭയമായി
അപ്പോസ്തലന്മാരിൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോസ്തലന്മാരാൽ നടന്നു. അവരിലൂടെ ഭയങ്കര അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം നടക്കുകയാണ്. ജനങ്ങൾ ഇത് കണ്ട് ഭയപ്പെട്ടു. വാസ്തവമായിട്ട് ദൈവം അവരുടെ ഇടയിലുണ്ട്, ഇവിടെയുണ്ട്. ആ ഒരു ഭയമാണ് ജനങ്ങൾക്കുണ്ടായത്. എല്ലാവർക്കും ഭയമായെന്ന്. യെരൂശലേം മുഴുവനും പേടിക്കുകയാണ് ഇവരിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും. അതായത് ഒരുമിച്ച് കൂടി ദൈവവചനം കേട്ട്, ഒരുമിച്ച് അപ്പം നുറുക്കി, ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഈ 4 കാര്യം നടന്നാൽ പുറകെ അത്ഭുതങ്ങളുടെ ഒരു ആഘോഷം തന്നെയാണ്. അതുവരെ അത്ഭുതങ്ങൾ അവർ ചെയ്തിട്ടില്ല കേട്ടോ. പെന്തക്കോസ്ത് നാളിൽ അന്ന് അവർ അന്യഭാഷ പറഞ്ഞു, അന്ന് അവര് ഒരാൾ പ്രസംഗിച്ചു. എന്നാൽ ഫെലോഷിപ്പാണ്, കൂട്ടായ്മയുടെ ബലമാണ്. ഒരുമിച്ച് കൂടി ഒരു ഹൃദയമുള്ള ഒരു ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മനസ്സോടെ ആരാധിക്കുമ്പോൾ, ഒരു മനസ്സോടെ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള ഒരു ഫെലോഷിപ്പുള്ള ഒരിടത്ത് അത്ഭുതങ്ങൾക്ക് യാതൊരു പഞ്ഞും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ ഇടയിൽ അത്ഭുതം കുറയാൻ കാരണം നമ്മുടെ ഫെലോഷിപ്പിന് ശക്തിയില്ല. നമ്മുടെ പ്രാർത്ഥന, ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് സ്ട്രെങ്ത് ഇല്ല. ഈ ദിവസങ്ങളിൽ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. നമുക്ക് ഒരുമിച്ച് കൂടി, ഒരുമിച്ച് വളരെയധികം കൂട്ടായ്മകൾ ആചരിക്കണം. ഇതിൻ്റെ ഇടയിൽ നിന്ന് മുളച്ചു വരുന്ന സംഭവങ്ങളാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും. ദൈവസഭയ്ക്ക് വേണ്ടിയാണ് ദൈവം ഇത് ചെയ്യുന്നത്. ദൈവസഭയിലൂടെ ഈ ലോകത്തിൽ ഇത് കർത്താവ് ചെയ്യും. ഇപ്പോൾ എല്ലാവർക്കും ഭയമായി. സഭയ്ക്ക് ഭയമായെന്നല്ല, സഭയെ കണ്ടിട്ട് എല്ലാവർക്കും ഭയമായി. അതുപോലെ ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് അത്ഭുതങ്ങൾ, ഏറിയ അത്ഭുതങ്ങളും ഏറിയ അടയാളങ്ങളും നടക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരും അറിയണം, ഒരു വീട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിരന്തരം കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ആ വീട് മുഖാന്തരം ആ ചുറ്റുവട്ടത്തും എല്ലാവരും ഭയപ്പെടുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ നടക്കും. ആ കുടുംബത്തിൻ്റെ ഉയർച്ച. പഴയ നിയമത്തിലെ യഹോവയുടെ പെട്ടകം ഓബേദ് ഏദോമിൻ്റെ വീട്ടിലിരുന്ന ചരിത്രം 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഈ പെട്ടകം, ദൈവ സാന്നിധ്യമുള്ള പെട്ടകം, ഓബേദ് ഏദോം എന്ന ഒരു മകൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ 3 മാസം കൊണ്ട് അവനും അവനുള്ളതിനൊക്കെയും ദൈവ അനുഗ്രഹം കൽപ്പിച്ചു. അവൻ്റെ കൃഷി, അവൻ്റെ ജോലി, അവൻ്റെ മോൻ്റെ ബിസിനസ്, അവൻ്റെ ഭാര്യയുടെ തുണിക്കട, എന്തൊക്കെയാണ്, ഇളയ മോളുടെ പഠനം, അവർക്ക് എന്തെല്ലാം ഉണ്ടോ അവിടെ എല്ലാം അനുഗ്രഹം. ഇത് രാജ്യത്തെ രാജാവ് അറിഞ്ഞു. ഏറിയ അത്ഭുതങ്ങൾ, ദൈവ സാന്നിധ്യം ഏറിയ അത്ഭുതങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ, അപ്പം നുറുക്കുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിളിച്ചു വരുത്തുന്നത് ദൈവ സാന്നിധ്യത്തെയാണ്. പഴയ നിയമത്തിലെ ആ പെട്ടകം, ആ പെട്ടകത്തിൻ്റെ അരികിൽ അഹരോന്റെ പേരെഴുതിയ വടി കൊണ്ടുവന്ന് വെച്ചു. 12 മണിക്കൂർ കൊണ്ട് തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചു. വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ടത് 12 മണിക്കൂർ കൊണ്ട്. രാത്രി കൊണ്ടുവന്ന് വെച്ചു, രാവിലെ ആയപ്പോൾ തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചു. വേഗത കൂടും. സാന്നിധ്യം വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും. വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട കാര്യം 6-7 വർഷം കഷ്ടപ്പെട്ട് വേർത്ത് വെള്ളമൊഴിച്ച് നടക്കുന്നതിന് പകരം സാന്നിധ്യത്തിലോട്ട് കൂടുതൽ അടുക്കാമോ? ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് അവർ ദിനം പ്രതി കൂടിയത്, ദിനം പ്രതി പ്രാർത്ഥിച്ചത്, ദിനം പ്രതി വചനം കേട്ടത്. അത് പെട്ടെന്ന് റിസൾട്ടുകൾ കൊണ്ടുവരും. ഡോക്ടർമാർ കൈവിട്ടതും, വൈദ്യശാസ്ത്രത്തിന് തോൽവി സംഭവിച്ചതും, ആർക്കും ഭൂമി രക്ഷിക്കാൻ കഴിയാത്തതും എല്ലാം വിടുതലാകും. ഇത് കേൾക്കുന്നവരറിയണം,
ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിൻ്റെ വിജയം എന്താണെന്ന് അറിയണം. ചിലർ ഞായറാഴ്ച തന്നെ വരുന്നത് വളരെ മടിയോടെയാണ്. രാവിലെ പല പരിപാടിയും കഴിഞ്ഞ് പേപ്പറൊക്കെ വായിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മീറ്റിങ്ങിന്റെ ഒരു പകുതിയാവുമ്പോൾ ഒന്ന് വന്ന് കയറുന്നത് അതൊരു അഭിമാനം പോലെ അവർക്ക് പലർക്കും തോന്നുകയാണ്. ഒരു ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളിൽ ഒരു വില കൽപ്പിക്കാത്തത് അത് അവരവർക്ക് അപകടമാണ്. ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്നാണ്. ഇവിടെ ഞങ്ങൾ ഒരു സഭായോഗത്തിന് തലേ ദിവസം മുതലേ അതിനുള്ള ഒരുക്കങ്ങളാണ്. പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം തലേ ദിവസമാണ്. ഓരോ പാട്ടും പ്രാക്ടീസ് ചെയ്തു, അതിൻ്റെ ലിറിക്സ് എല്ലാം കമ്പ്യൂട്ടറിലേക്ക് റെഡിയാക്കി, ലൈറ്റിങ്, അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ ഉറങ്ങാതെ കുത്തിയിരുന്ന് നേരം വെളുത്ത് ഞങ്ങളെല്ലാവരും ഒരു ഭയങ്കര പ്രതീക്ഷയോടെ ഒരു 8 മണി സഭായോഗം എന്ന് പറഞ്ഞാൽ 8 മണിക്ക് തുടങ്ങാന്ന് പറഞ്ഞാൽ കൃത്യം 8 മണിക്ക് തുടങ്ങും. ആൾക്കാർ വന്നോ ഇല്ലയോ, ആദ്യം എത്ര പേരുണ്ടായി? 10 പേര്. എന്നാൽ പിന്നെ നമുക്കൊരു 8:15 തുടങ്ങാം. 8:15 ഒരു 20 പേര് വന്നു. അങ്ങനെ ഒരാളും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരുങ്ങിയിരിക്കുകയാണ് കർത്താവിനെ ബഹുമാനിക്കാൻ. ആരുമില്ലെങ്കിലും ദൈവത്തെ ആരാധിച്ചിരിക്കും. പറഞ്ഞ സമയത്ത് അങ്ങനെ ഒരു ചിട്ടയോടെ ദൈവത്തെ ആരാധിക്കുക. ദാനിയേലിനെ പോലെ രേഖ എഴുതിയെന്ന് അറിഞ്ഞിട്ടും പതിവ് പോലെ 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മുട്ടുകുത്തുക എന്ന് പറഞ്ഞ ഒരു ആരാധനയാണ്. ആരാധനയും പ്രാർത്ഥനയും പതിവ് തെറ്റാത്തത് ഉണ്ടായതുകൊണ്ട് ദാനിയേലിനെ നോക്ക്, ഗവർണറാണ്. രാജാക്കന്മാർ കൊടുത്ത ഓഫറുകൾ പോലും വേണ്ടെന്ന് പറഞ്ഞത് എടുത്തോളാൻ പറഞ്ഞു. രാജാക്കന്മാർ പറഞ്ഞ ഓഫറുകൾ രാജാക്കന്മാർക്ക് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ മനുഷ്യൻ എത്രത്തോളം ദൈവം ഉയർത്തിയ ഒരാളാണ്. ഇതുപോലെ ദൈവത്തോട് വലിയൊരു അടുത്ത ബന്ധമുണ്ടെങ്കിൽ മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന, പേടിക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അത്ഭുതം കൊണ്ട് കർത്താവ് പേടിപ്പിക്കും. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അത്ഭുതം കൊണ്ട് പേടിപ്പിക്കും. ഇത് ഞാൻ പറയുമ്പോൾ പലരോടും പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ട് പേടിക്കും. അതുപോലെ അത്ഭുതങ്ങളെ ദൈവം ചെയ്യാൻ പോയെന്ന്. ഏറിയ അത്ഭുതങ്ങൾ, ഏറിയ അടയാളങ്ങൾ. ഒരത്ഭുതം പോലും കാണത്തക്ക രീതിയിൽ വീട്ടിൽ കണ്ടിട്ടില്ലെങ്കിലും മടുക്കരുത്, അതിനായിട്ട് വരണം. ഇല്ല, എനിക്ക് എൻ്റെ ദൈവസന്നിധിയിൽ ഇരുന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കണം. എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണം. എൻ്റെ ദൈവം അത് ചെയ്യും. വലിയ അത്ഭുതങ്ങൾ നടക്കും. എൻ്റെ കുടുംബം രക്ഷപ്പെടും. ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കണം. എൻ്റെ യേശു എൻ്റെ ഇടയനാണ്. ഞാൻ കൂരിരുൾ താഴ്വരെ കൂടി പോയാലും പേടിക്കില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ ലോകം മുഴുവൻ എനിക്കെതിരാണെങ്കിലും ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി തന്നവൻ സകലതും എനിക്ക് തരും എന്ന വിശ്വാസത്തോടുകൂടി ഓടി കർത്താവിൻ്റെ അടുക്കൽ വരണം. ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ, അവധിയെടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വിലമടക്കുക എന്നുള്ളത്. അതിൻ്റെ പേരാണ് യാഗം, സാക്രിഫൈസ്. മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാറില്ലേ? ത്യാഗം ചെയ്യാറില്ലേ? അപ്പോൾ ഒരു കൂട്ടായ്മയ്ക്ക് വരാൻ അവസരം ഉള്ളപ്പോഴല്ല, അവസരമില്ലാത്തപ്പോഴും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വരണം. ത്യാഗം ചെയ്തു വരണം. ജൂൺ മുതൽ മഴക്കാലമാണ്. മഴക്കാലം നേരത്തെ തുടങ്ങുകയും ചെയ്തു. കോരിച്ചൊരിയുന്ന മഴയാണെങ്കിലും പ്രാർത്ഥനക്ക് പ്രാർത്ഥന കാരണം പകുതി പേരില്ല. ആര് പറഞ്ഞു? ഇടിയും മഴയും റോഡും വഴിയും ഒന്നുമില്ലാത്ത കാലത്തും അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ ഒരെണ്ണം കുറയുന്നില്ല, ദിനം പ്രതി കൂടുകയാണ്. ഇതൊക്കെ നമ്മളെടുക്കുന്ന എഫർട്ടുകളാണ്, നമ്മളെടുക്കുന്ന തീരുമാനമാണ്. ഏറിയ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ ത്യാഗപരമായി ചിലത് ചെയ്യണം. അബ്രഹാമിനോട് ദൈവം പറയുന്ന ദൂത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അബ്രഹാം അവിടെ ഒരു യാഗപീഠം പണിയും, അവിടെ ഒരു യാഗം നടത്തുകയാണ്. മോനെ ചോദിച്ചു, റെഡി, മോനെയും തന്നേക്ക്. എന്ത് വേണം കർത്താവിന്? സമയം, പണം, സമ്പത്ത്,
മകൻ ജീവിതം മുഴുവനും എറിഞ്ഞു കൊടുക്കാൻ മനസ്സുള്ള അബ്രഹാമിനെയാണ് ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അനുഗ്രഹിച്ചത്. കർത്താവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കണം. കർത്താവിന് വേണ്ടി എറിയണം, പണമായിട്ടും സമയമായിട്ടും എല്ലാം. എന്താ സിസ്റ്റർ മീറ്റിങ്ങിന് വരാഞ്ഞേ? അത് മോനെ ഞാൻ കുറെ വിളിച്ചു, അവനെ വിളിച്ചു, അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു കടന്നു, അവൻ അങ്ങോട്ട് തിരിഞ്ഞു കടന്നു, പിന്നെ അവൻ ബാത്റൂമിൽ പോയി ആ ക്ലോസറ്റയിൽ കുറച്ച് നേരം ഇരുന്നു, അവിടെ ഇരുന്ന് ഉറങ്ങി. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇനി ചെറുക്കനെ ശല്യം ചെയ്യേണ്ട, അവൻ ക്ലോസറ്റിൽ തന്നെ ഇരുന്നോട്ടെ, അതുകൊണ്ട് വന്നില്ല. കാര്യങ്ങൾ പറയുന്നതാണ് ഓരോരുത്തർ. എന്തുകൊണ്ട് വന്നില്ല? ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ഗസ്റ്റ് വരുന്നെന്ന് കേട്ട്. എന്നാൽ പിന്നെ ഇങ്ങോട്ട് വന്നാട്ടെ, ഞായറാഴ്ചയല്ലേ നിങ്ങൾക്ക് ലീവുള്ളു. ചർച്ചിലൊരു ആൻറ്റി, ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരി, അവരുടെ വീട്ടിൽ അവരുടെ അമ്മയും സഹോദരനൊക്കെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞൊന്നുമില്ല. അവർ ഞായറാഴ്ച രാവിലെ കയറി വന്നു. ഇവരെന്ത് ചെയ്തു? ഇവരവർക്ക് കഴിക്കാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കൃത്യസമയം പറഞ്ഞ് അന്ന് 7 മണിക്കാണ് സഭായോഗം. അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയാണ്, നിങ്ങളിവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അമ്മ വഴക്കിട്ട് പോയി, എടീ നിന്നെ കാണാൻ മാസങ്ങൾക്ക് ശേഷം വന്നിട്ട് നിന്റെ പ്രാർത്ഥന, നിന്റെ ദൈവം ഞങ്ങളെക്കാൾ വലുതാണ് അടി. അവ പറഞ്ഞു, അതെ, നിങ്ങളെക്കാൾ വലുതാണ് എൻ്റെ ദൈവം. എന്നാ സംഭവിച്ചു? ഈ ആരാധിച്ച ആൻറ്റിയുടെ മക്കള് 3 പേരും കർത്താവിൻ്റെ വേലയിലാണ്. ഒരു വളരെ 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 അനുഗ്രഹിക്കപ്പെട്ടു. ചർച്ചിൽ പ്രൈസ് ജനറേഷനിൽ വരുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ, 3 കുഞ്ഞുങ്ങളെ വളർത്താൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, മൂത്ത 2 പെൺപിള്ളേര്, ഇളയ ഒരു ആൺകൊച്ച്, ഭർത്താവ് ഗൾഫിൽ പോയി കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാകാൻ ചെന്ന ആഴ്ച തന്നെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. കാലിനകത്ത് മുഴുവൻ സ്റ്റീലിട്ടിരിക്കുകയാണ്, നടക്കാൻ മേല, കാലിൽ പഴുപ്പാണ്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വന്നതാണ്. പ്രാർത്ഥനയ്ക്ക് വന്നു വഴി തുറന്ന ഒരു കുടുംബം. കഷ്ടപ്പെട്ടാണ് അവർ ഉയർന്നു വന്നത്. മാതൃകയോടെ നിന്ന്. പ്രാർത്ഥന മുടക്കത്തില്ല, കുടുംബ പ്രാർത്ഥനയും മുടക്കത്തില്ല, ചർച്ചിലെ പ്രാർത്ഥനയും മുടക്കത്തില്ല. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കർത്താവിന് വേണ്ടി നിന്നു. സാക്രിഫൈസ്. അങ്ങനെയുള്ളവരുടെ എണ്ണം, സങ്കടം വരും, സഭകളിൽ കുറയുന്നു. അതുകൊണ്ട് ദാവീദ് കരയണേ, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ കുറഞ്ഞു വരുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രരിൽ ഇല്ലാതെയാകുന്നു. ദൈവമേ രക്ഷിക്കണേ, ഭക്തന്മാരില്ലാതെയാകുന്നു. ഭക്തിയുള്ളവർ ത്യാഗപരമായി ദൈവത്തെ ആരാധിക്കുന്നു. ദിനം പ്രതി കൂടി വന്നവരുടെ ഇടയിലാണ് മഹാത്ഭുതങ്ങൾ ഉണ്ടായത്. ഇത് ഞായറാഴ്ച തോന്നുമ്പോൾ കയറി വരുന്ന, വല്ല കാലത്തും മാസത്തിൽ ഒരിക്കൽ സഭായോഗത്തിന് വരുന്ന ആ വീടുകളിൽ എന്ത് അത്ഭുതം ഉണ്ടാകുമെന്ന് ഈ പറയുന്നു. ഒരുമിച്ച് നിൽക്കണം, പ്രാർത്ഥനയിൽ നിൽക്കണം. അങ്ങനെയുള്ള വീടുകളിൽ 100-ൽ 100% അത്ഭുതം ഉണ്ടാകും. പലരും പറയും, ഞങ്ങൾ ചർച്ചയിൽ പോയിട്ട് വലിയ പ്രയോജനം. ആര് പറഞ്ഞു? യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് വിടുതലുണ്ട്. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. 1-ാം സ്ഥാനം, ആദിയിൽ ദൈവം. ദൈവത്തെ 1-ാം സ്ഥാനം കൊടുത്ത് ബഹുമാനിക്കണം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകും. പിള്ളേരുടെ പരീക്ഷ കാരണം വന്നില്ല, ഭർത്താവിന് ഇഷ്ടമല്ല, അപ്പൊ ഭർത്താവ് ദൈവം, പിള്ളേര് ദൈവം. ദൈവത്തെ ആരാധിക്കണം. എനിക്ക് ജീവൻ തന്നത്, ശ്വാസം തന്നത് എൻ്റെ ദൈവമാണ്, എൻ്റെ ഭർത്താവോ പിള്ളേരുമല്ല. എനിക്ക് നിത്യത തരുന്ന എൻ്റെ ഭർത്താവല്ല, എൻ്റെ മക്കളുമല്ല, എൻ്റെ നാട്ടുകാരുമല്ല, എൻ്റെ പള്ളിക്കാരുമല്ല, എൻ്റെ യേശുവാണ്. യേശുവാണ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് അവനെ ഞാൻ ആരാധിക്കും. ഞാൻ മറുപടിക്ക് വേണ്ടിയല്ല പോകുന്നത്, എൻ്റെ യേശുവിനെ പുകഴ്ത്താനാണ്. അങ്ങനൊരു മനോഭാവത്തോടെ ആരാധിക്കുന്ന വീടുകളിൽ അത്ഭുതം കണ്ട് നിങ്ങൾ പേടിക്കും. ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് മാലപ്പടക്കത്തിന് തീ പിടിച്ച പോലെ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം നടക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ കുറിച്ചു വെച്ചോ ഈ ഡേറ്റ്. നിങ്ങൾ ഇതുപോലെ ഇന്നു മുതലൊന്ന് തുടങ്ങ്. പലരും ഈ ജീസസ് എവരിഡേ കേൾക്കുന്നതിൽ പ്രാക്ടിക്കലായിട്ടുള്ളത് എടുത്ത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. എല്ലാവരും അതെടുക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല.
അത്ഭുതങ്ങളും അടയാളം കണ്ട് പേടിക്കാൻ ആഗ്രഹമുള്ളവർ. ഞാൻ എൻ്റെ വീട്ടിലെ അത്ഭുതം കണ്ട് പേടിച്ചവനാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹം കണ്ട് പേടിച്ചിട്ടുണ്ട്. ചില അനുഗ്രഹങ്ങൾ കണ്ടിട്ട് എൻ്റെ ഉറക്കം പോയിട്ടുണ്ട്. ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണീന്ന് കണ്ണുനീര് ഒഴുകുകയാണ്. അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ കൂടുതൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവിൻ്റെ കൈകളിൽ ഈ മക്കളെ ഏൽപ്പിക്കുന്നു. വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ഈ കുടുംബങ്ങളിൽ നടക്കട്ടെ. ത്യാഗപരമായി കർത്താവിനെ ആരാധിക്കട്ടെ. വില മുടക്കി കർത്താവിനെ ആരാധിക്കട്ടെ. ദൈവ സ്നേഹം കൊണ്ട് ഇവർ നിറയട്ടെ. ഇവരുടെ വീടുകളിൽ വർഷങ്ങളായി കാണാത്ത നന്മകളും വിടുതലുകളും ഈ മക്കൾ കണ്ടേ തീരൂ കർത്താവേ. ഇവർ പോകുന്ന, ദൂരെയുള്ളവർ പോകുന്ന സഭകളിൽ വിശ്വസ്തരും ആ സഭയ്ക്ക് നെടും തൂണുകളുമായി മാറി ആ സഭയുടെ അനുഗ്രഹം ഇവരുടെ മേൽ വരട്ടെ. ദൈവസഭയ്ക്ക് അങ്ങ് വെച്ചിരിക്കുന്ന എല്ലാവിധ വിടുതലുകളും അനുഗ്രഹങ്ങളും ഇവർ പ്രാപിക്കട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ. ഒരു വിശാലതയുണ്ടാകട്ടെ. അത്ഭുതങ്ങൾ കണ്ടവർ ഭയപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാനിതെല്ലാം വിശ്വസിക്കുന്നു. ഈ മെയ് മാസം ഇത് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജൂൺ മാസത്തിന് മുമ്പ് അത് സംഭവിക്കണം. ഈ അത്ഭുതങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നാളെ ഇതേ സമയത്ത് കാണാം.